ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. വരുന്ന വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 ഈസ്റ്റ് ബംഗാളിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ കൊച്ചിയിൽ വെച്ചുകൊണ്ട് പൂർത്തിയാക്കിയിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായ ലഗാത്തോറിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെഡ് കാർഡുകൾ ഈ സീസണിൽ ക്ലബിന് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പ്ലേ ഓഫ് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഓരോ മത്സരവും വിജയിക്കുക, അങ്ങനെ പടിപടിയായി കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ മികച്ച രീതിയിൽ ടീം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേ നിലക്ക് തുടർന്നാൽ നമുക്ക് പ്രതീക്ഷകൾ വെച്ച് പുലർത്താം. ഞങ്ങളുടെ മുന്നിൽ ലക്ഷ്യങ്ങളും പ്ലാനുകളും ഉണ്ട്. ഇതാണ് പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് TGP ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ലഗാത്തോർ സാധ്യമാകുന്ന എത്രയും പെട്ടെന്ന് ടീമിനോട് ഇണങ്ങിച്ചേരേണ്ടതുണ്ട്. ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള വളരെ മികച്ച ഒരു താരമാണ് ലഗാത്തോർ. ഈ ടീമുമായി എങ്ങനെ ഇണങ്ങിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതെല്ലാം നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൽ നിന്നും നല്ല പെർഫോമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് പുതിയ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കുറിച്ച് TGP പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റെഡ് കാർഡുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിലും ഐബൻ റെഡ് കാർഡ് വഴങ്ങിയിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ TGP പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിൽ എതിർ ടീമിന്റെ അഥവാ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഒരു നെഗറ്റീവ് ടാക്ടിക്സിൽ വീണു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് എല്ലാവരും കണ്ടതാണ്. അത് അങ്ങനെ ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയി. അതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ടീം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. പ്രൊഫഷണലുകളാണ് താരങ്ങൾ. അവർക്ക് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിയാം, എങ്ങനെ മറികടക്കണം എന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞ മത്സരത്തിൽ അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇതാണ് TG പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 17 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം എതിരാളികളായ ഈസ്റ്റ് ബംഗാൾ 11ാം സ്ഥാനത്താണ്. 16 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.